കുമാർ എന്ന് വേറൊരു പേരും കൂടിയുള്ള ബാബു നടു റോട്ടി വെച്ച ഒരു പെണ്ണിന്റെ ഡ്രസ്സ് വലിച്ചൂരുന്നുണ്ട്. ബാബു ഇപ്പൊ ഒരു വലിയ ക്ലീൻ ചെയ്തിട്ടാണ് ബോംബെയിലുള്ള തന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ജിമ്മിയെ കാണാനായിട്ട് എത്തുന്നത്. അങ്ങനെ അവൻ ജിമ്മിയുടെ കല്യാണമാണെന്ന് അറിയുന്നുണ്ട്. കല്യാണത്തിന് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെന്ന് വിചാരിച്ച അവനും വഴിയിലുണ്ടായിരുന്ന ഒരു ടാക്സി മോഷ്ടിച്ച് പോകുന്ന വഴിക്ക് ഒരു കപ്പിൾസ് അവന്റെ വണ്ടിക്ക് കൈ കാട്ടുന്നുണ്ട്. അവൻ സാഹിൽ എന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെ കേസ് അന്വേഷിക്കുന്നത് JP എന്ന് പറഞ്ഞ ഒരു SI ആയിരുന്നു. അവൻ ഇപ്പോ കേസ് അന്വേഷിച്ച് ബോംബെയിലേക്ക് എത്തുന്നുണ്ട്. ജോണി എന്ന് പറഞ്ഞ ഒരു കൊച്ചിനെ അവൻ കൊന്നിട്ടുണ്ടായിരുന്നു. ആ കുട്ടിയുടെ കൊലപാതകത്തെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം അവൻ കളക്ട് ചെയ്യുന്നുണ്ട്. ശേഷം ഇതുപോലെ ബാബുവിനെ കൊണ്ട് ആക്രമിക്കപ്പെട്ട ആ ഒരു കപ്പിൾസിനെയും അവൻ പോയി കാണാണ്. അതിൽ ആ ഒരു ആണിന്റെ കണ്ണെല്ലാം അവൻ ചതച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ബാബു അങ്ങനെ ഒഴിഞ്ഞ സ്ഥലത്ത് എത്തിയപ്പോ ആ ഒരു കപ്പിൾസിനെ വല്ലാതെ ഉപദ്രവിക്കാനായിട്ട് തുടങ്ങാണ്. ആ ഒരു ആണിന്റെ ഡ്രസ്സ് എല്ലാം വലിച്ചൂരി അവനെ ചവിട്ടി കൂട്ടുന്നുണ്ട്. ആ ഒരു പെണ്ണ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും അവളെയും പിടിച്ച് വലിച്ചു വെച്ച് അവളുടെ ഡ്രസ്സ് എല്ലാം വലിച്ചു കീറി അവളെ റേപ്പ് ചെയ്യുന്നുണ്ട്. അവരുടെ കൂടെ ഉണ്ടായിരുന്ന ചെറിയൊരു നായ്ക്കുട്ടിയെയും അവൻ മോഷ്ടിച്ചു കൊണ്ടുപോകാണ്. ഇതെല്ലാം കൊണ്ട് ആ ഒരു പെണ്ണ് മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരുന്നു. JP അവിടെ ചെന്ന് തെളിവെടുപ്പുകളെല്ലാം നടത്തുന്നുണ്ട്. അവൾക്ക് ആ ഒരു നായക്കുട്ടി പോയതിൽ വലിയ വിഷമായിരുന്നു. അപ്പൊ ബാബുവിന്റെ കൂടെ ഉണ്ടായിരുന്ന രാജു എന്ന് പറഞ്ഞ അയാൾ വിളിച്ചിട്ട് എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയാണെന്നും ഞാനിപ്പോ നിന്റെ അടുത്തേക്ക് വരുന്നുണ്ടെന്നും പറയാണ്. JP പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ അനുമതിയൊന്നും ഇല്ലാതെയാണ് ബോംബെയിലേക്ക് എത്തിയിരിക്കുന്നത്. വേഗം അവിടെ റിപ്പോർട്ട് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ അവന്റെ ജോലി പോലും പോകുമായിരുന്നു. അതൊന്നും അവനക്ക് ഒരു പ്രശ്നമല്ല. ഈ കേസ് എങ്ങനെയെങ്കിലും തെളിയിക്കണമെന്ന് മാത്രമായിരുന്നു അവന്റെ ആ ഒരു മനസ്സിൽ. ജുവനൈൽ ഹോമിൽ പോയി അന്വേഷിക്കുമ്പോഴാണ് ജിമ്മി എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ട് ബാബുവിന് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം JP മനസ്സിലാക്കുന്നത്. ബാബുവിന്റെ ലവർ ആയിരുന്നു മീന പത്രത്തിൽ അവരുടെ ഫോട്ടോ കണ്ട് പോലീസിനെ അറിയിക്കാമെന്ന് കരുതുന്നുണ്ട്. പക്ഷെ അവൾക്ക് പേടിയായതുകൊണ്ട് അറിയിക്കുന്നില്ല. അവളുടെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട് പക്ഷെ അവൾ അറിയാതെ അത് പോലീസിനെ അറിയിക്കുകയാണ്. JP ഇപ്പോ ഹോസ്പിറ്റലിലേക്ക് എത്തിയേക്കാണ്. പക്ഷെ മീനിനെ കാണാനായിട്ട് അവളുടെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ബാബു അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവളോട് ഡ്രസ്സ് എല്ലാം പാക്ക് ചെയ്യാനും നമുക്ക് ഇന്ന് തന്നെ കല്യാണം കഴിക്കാമെന്നും അവൻ പറയുന്നുണ്ട്. മീന പക്ഷെ ഒരുപാട് പേടിച്ചിട്ടുണ്ടായിരുന്നു. അവനും തന്നെ എന്തെങ്കിലും ചെയ്യുമെന്നായിരുന്നു അവളുടെ പേടി. മീനയുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു പത്രം ബാബു കാണുന്നുണ്ട്. മീന ഇനി തനിക്ക് വശത്താവില്ല എന്ന് മനസ്സിലാക്കിയ അവനും മീനയെ കൊന്നുകളയാണ്. ആ സമയത്താണ് JPയും അവിടേക്ക് എത്തുന്നത്. അവൻക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റിയില്ല. ബാക്ക് ഡോർ വഴി ബാബു രക്ഷപ്പെടുന്നുണ്ട്. JP ഒരു സമാധാനത്തിന് വേണ്ടി അവന്റെ ഗേൾ ഫ്രണ്ടിനെ വിളിച്ച് സംസാരിക്കുകയാണ്. ജിമ്മി എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോകുമ്പോഴാണ് മനസ്സിലാവുന്നത് ജിമ്മിയുടെ കോട്ടും പിന്നെ ആ ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിരുന്ന ആ ഒരു പട്ടിക്കുട്ടിയെയും പോരാത്തതിന് ഇവന് ഹണിമൂൺ പോകാൻ വേണ്ടി ബുക്ക് ചെയ്ത് വെച്ചിരുന്ന ടിക്കറ്റ് പോലും ബാബു കട്ടുകൊണ്ട് പോയിട്ടുണ്ട്. ആ ടിക്കറ്റ് എവിടേക്കുള്ളതാണെന്ന് ചോദിക്കുമ്പോൾ അത് ആഗ്രയിലേക്കുള്ളതാണെന്ന് മനസ്സിലാവാണ്. അപ്പൊ ഇനി ബാബു ആഗ്രയിലായിരിക്കണം ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ JPയും പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ വകവെക്കാതെ ആഗ്രയിലേക്ക് പോകാൻ തയ്യാറാവുന്നുണ്ട്. രാജു ഇപ്പോ ബാബുവിനെ തേടിക്കൊണ്ട് ആഗ്രയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവൻ രാത്രി സമയം ഒരു ഇരുമ്പ് വടി കൊണ്ട് ഒരു വീട്ടിലേക്ക് കയറി പോകുന്നുണ്ട്. ആ വീട്ടുകാരുടെ അവസ്ഥ വഴിയേ അറിയാം. എന്തായാലും ഈ ഒരു വെബ് സീരീസിന്റെ ഫുൾ എപ്പിസോഡ്സ് കാണാൻ താഴെയുള്ള പ്ലേ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി.